ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേര് ഭൂപടങ്ങളുടെ പൊരുൾ തേടി. ഇത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിവിധ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ നടത്തിയ ചില സമുദ്രയാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ ഒന്ന് വായിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യമായി തന്നെ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ യാത്രയാണ്. നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ അതുകൂടി കേൾക്കുക. 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവ, ഇന്ന് വടക്ക് പടിഞ്ഞാറൻ ഇറ്റലിയാണ് റിപ്പബ്ലിക് ഓഫ് ജനോവ എന്ന് പറയുന്നത്. അവിടെയാണ് അദ്ദേഹം ജനിക്കുന്നത്. നാവികൻ, പര്യവേഷകൻ എന്നീ നിലകളിൽ പ്രശസ്തി ആർജിച്ച വ്യക്തി. പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 നടത്തി. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടരും സഞ്ചരിച്ചിരുന്നത്. അപ്പം അവിടെ യാത്രാ വഴികൾ അറിയുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു? ഒരു ഗോളം തുകൽ കൊണ്ട് പൊതിഞ്ഞ്. തുകൽ എന്ന് പറയുമ്പോൾ തോലാണ്, അല്ലെങ്കിൽ ലെതറാണ്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു ഗോളവും ഇവർ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴി തെറ്റി ഇന്നത്തെ വടക്കേ അമേരിക്കൻ വൻകരയ്ക്ക് സമീപമുള്ള ചില ദ്വീപുകളിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വഴി കാട്ടാൻ കൃത്യമായ ഭൂപടങ്ങളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതിനായിരുന്നു കാരണം. അപ്പോൾ കേവലം അനുമാനങ്ങൾ വെച്ചായിരുന്നു അവർ യാത്ര ചെയ്തത്. അതാണ് അവർക്ക് ഇന്ത്യയിൽ എത്താൻ കഴിയാതെ പോയത്. ആ യാത്രയിലാണ് അമേരിക്ക കണ്ടെത്തുന്നതും റെഡ് ഇന്ത്യൻസിനെ കാണുന്നതും ഇന്ത്യൻസ് എന്ന് തെറ്റിദ്ധരിച്ച് അവരെ റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നതൊക്കെ. അതൊക്കെ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തേക്കാം. മാത്രമല്ല, നമ്മൾ ക്ലാസ് കഴിയുന്ന സമയത്ത് അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ള ലിങ്കും ഞാൻ ഇട്ടേക്കാം. ഫെർഡിനാൻഡ് മെഗല്ലൻ 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ വടക്കൻ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് പര്യവേഷകനായ മെഗല്ലനും കൂട്ടരും കപ്പൽ യാത്ര ആരംഭിച്ചു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ സഞ്ചരിച്ച് പസഫിക് സമുദ്രം പിന്നിട്ട് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. വൻകരകളുടെ സ്ഥാനം അറിയുന്നതിനായി 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഭൂപടങ്ങൾ ഇവർ ഉപയോഗിച്ചിരുന്നു. അപ്പം മെഗല്ലൻ ഭൂപടം ഉപയോഗിച്ചായിരുന്നു യാത്ര ചെയ്തിരുന്നത്. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് സമുദ്രം പിന്നിട്ട് ഫിലിപ്പൈൻസ് ദ്വീപ് സമൂഹത്തിലെത്തിയ ഇവർ അവിടെ മക്ഡാൻ ദ്വീപവാസികളുമായി യുദ്ധത്തിലേർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ പഠിച്ചു വെക്കുക, മെഗല്ലൻ കൊല്ലപ്പെട്ടത് എവിടെ വെച്ചാണ്? മക്ഡാൻ ദ്വീപവാസികളുമായിട്ടുള്ള യുദ്ധത്തിൽ അവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. കപ്പലിൽ ബാക്കിയുള്ളവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണ് ഉണ്ടായത്. വിശദമായ ഭൂപടങ്ങളോ വഴി അറിയാനുള്ള മറ്റു സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. വ്യക്തമായ ഭൂപടം ഇല്ലാത്തത് കൊണ്ടാണ് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ സമീപകാലത്തിലേക്ക് വരാം. ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. സമുദ്രത്തിലെ പല വിധങ്ങളായ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 30 മുംബൈയിൽ തിരിച്ചെത്തി. 2012 നവംബറിലാണ് യാത്ര ആരംഭിക്കുന്നത് അല്ലേ. കൃത്യമായ ഭൂപടങ്ങളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴി തെറ്റാതെ അദ്ദേഹം ഏകദേശം 150 ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി വരാൻ കഴിഞ്ഞു. 150 6 മാസം തികച്ചെടുത്ത് 1/2 വർഷം ആയിട്ടില്ല അല്ലേ. ഇന്നത്തെ പോലുള്ള അപ്പൊ അഭിലാഷ് ടോമിയുടെ പേര് മറക്കരുത്. SCRTയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇന്നത്തേതുപോലുള്ള ഭൂപടങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള കൊളംബസിന്റെയും മെഗല്ലന്റെയും
വർഷങ്ങൾ നീണ്ട കപ്പൽ യാത്ര ഏവരെയും അമ്പരിപ്പിക്കുന്നതാണ്. ലോകത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്ന ഭൂപടങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായത്താൽ ചുരുങ്ങിയ കാലയളവിൽ വഴിതെറ്റാതെ ലോകം ചുറ്റി തിരിച്ചെത്താമെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ എന്തുകൊണ്ട് മാഗല്ലനും കൊളംബസും ഒരുപാട് വർഷമെടുത്തുവെന്നും അഭിലാഷ് ടോമിക്ക് ഏതാനും മാസങ്ങൾ കൊണ്ട് കപ്പൽ യാത്ര പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നതിന് നമുക്ക് മനസ്സിലായി. ഭൂപടം, വ്യക്തമായ ഭൂപടമാണ് ഇതിൻ്റെ കാരണം. സോ നമുക്ക് ഭൂപടങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് വരാം. ഭൂമിശാസ്ത്രകാരന്റെ പ്രധാന ഉപകരണമാണ് ഭൂപടം. നിങ്ങളുടെ ക്ലാസ് മുറി, സ്കൂള്, പരിസരം, നിങ്ങൾ താമസിക്കുന്ന പ്രദേശം എന്നിവ ഒരു കടലാസിൽ ചിത്രീകരിക്കാൻ കഴിയും അല്ലെ. ഇതുപോലെ ഭൗമോപരിതലത്തിലെ എല്ലാ പ്രദേശങ്ങളെയും ചിത്രീകരിക്കാവുന്നതാണ്. ഭൂപ്രദേശങ്ങളുടെ ഇത്തരത്തിലുള്ള ചിത്രീകരണത്തെയാണ് ഭൂപടങ്ങൾ എന്ന് വിളിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭൂപടങ്ങൾ ഉപയോഗിച്ചിരുന്നതായിട്ട് കരുതപ്പെടുന്നു. എന്നാൽ അവ ഇന്നത്തതുപോലുള്ള വ്യക്തവും കൃത്യവുമായ ഭൂപടങ്ങളായിരുന്നില്ല. ഭൂമിയുടെ വിശദമായ വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഭൂപടങ്ങൾ ആധുനിക ലോകത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. ഇന്ന് വിവിധങ്ങളായ ഭൂപടങ്ങൾ ഒട്ടനവധി മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഭൂപടത്തെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഭൂപടങ്ങൾ ഇന്ന് ഏതൊക്കെ മേഖലയിൽ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഭൂമിശാസ്ത്ര പഠന മേഖല, ജോഗ്രഫി, പ്രതിരോധ മേഖല, ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ. അപ്പോൾ നമുക്ക് പ്രതിരോധത്തിന് നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രം അറിയണം. ഏതൊക്കെ അതിർത്തി പ്രദേശങ്ങളിലൂടെ എങ്ങനെയൊക്കെ തുടങ്ങി കേട്ടതിന് സാധ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവിടെയെല്ലാം നമ്മുടെ സൈന്യത്തെ വിന്യസിപ്പിക്കാൻ കഴിയും. ദെൻ വിനോദസഞ്ചാര മേഖല അല്ലേ. വിനോദസഞ്ചാര മേഖല അറിയണമെങ്കിൽ അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ പ്രത്യേകതയും ഭൂപ്രകൃതിയും നമുക്ക് മനസ്സിലായാലേ നമുക്ക് ഇഷ്ടമുള്ള ഭൂപ്രകൃതി അനുസരിച്ച് നമുക്ക് യാത്രകൾ നടത്താൻ കഴിയുള്ളൂ. ദെൻ ഭരണ നിർവഹണ മേഖല, ഗതാഗത മേഖല, ഇവിടെയെല്ലാം നമുക്ക് ഭൂപടങ്ങൾ ആവശ്യമായിട്ട് വരും. ദെൻ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ, അധ്യാപകർ, വ്യവസായികൾ, ചരിത്രകാരന്മാർ, പൈലറ്റുകൾ, കപ്പിത്താന്മാർ, ഭരണ നേതാക്കൾ, ഇവരെല്ലാവരും ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്നതിനും വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്യാനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് കുട്ടികൾ ചർച്ച ചെയ്യട്ടെ, നമുക്കതിൻ്റെ ആവശ്യങ്ങളിലേക്ക് വരുന്നില്ല. നമുക്ക് ഭൂപടങ്ങളുടെ ചരിത്രത്തിലേക്ക് പോകാം. നമുക്ക് PSC ചോദിക്കുന്നത് അതാണ്. 15ഉം 16ഉം നൂറ്റാണ്ടുകളിൽ നിലവിലുണ്ടായിരുന്ന ഭൂപടങ്ങൾ കൃത്യമായ സ്ഥാനനിർണയത്തിനോ ദിക്ക് നിർണയത്തിനോ സഹായിക്കുന്നവയായിരുന്നില്ല. അതിനാലാണ് കൊളംബസും മെഗല്ലനും സമുദ്രയാത്രകൾ വഴിതെറ്റി ഒരുപാട് സമയം അവർക്ക് നഷ്ടമായത്. അപ്പം അന്ന് കൃത്യമായിട്ടുള്ള ദിക്കോ മറ്റോ ഒന്നും അതിൽ അടയാളപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ പണ്ടത്തെ ഭൂപടം ഇന്നത്തെ ഭൂപടത്തിനേക്കാൾ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിവിധ കാലഘട്ടങ്ങളിൽ ഭൂപടങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളാണ് ചിത്രം 1 മുതൽ 6 വരെ ക്രമത്തിൽ നൽകിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് മെസപ്പൊട്ടോമിയൻ ഭൂപടമാണ്. മെസപ്പൊട്ടോമിയൻ കളിമൺ ഫലകത്തിലാണ് ഈ ഭൂപടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. ഇനി അനക്സിമാൻഡർ വരച്ചതെന്ന് കരുതുന്ന ലോക ഭൂപട മാതൃക, ഈ പേര് ഓർത്തിരിക്കുക കേട്ടോ. അനക്സിമാൻഡർ വരച്ചത് എന്ന് കരുതപ്പെടുന്ന ലോക ഭൂപടം. ഇവിടെ ലോകത്തെ ഒരു വൃത്താകൃതിയിൽ തന്നെ വരച്ചു. ചുറ്റുഭാഗത്തും കണ്ടില്ലേ സമുദ്രം എന്ന് അടയാളപ്പെടുത്തി. ഇവിടെ ലിബിയ, ഏഷ്യ, യൂറോപ്പ് എന്ന് പറഞ്ഞ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ ഇവിടെ മെഡിറ്ററേനിയൻ കടല്, അതേപോലെ ബ്ലാക്ക് സീ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അടയാളപ്പെടുത്തി. വളരെ മൈന്യൂട്ടായിട്ടുള്ള അല്ലേ, വളരെ ചെറിയ വിവരങ്ങൾ മാത്രമുള്ള ഒരു ഭൂപടമായിരുന്നു അനക്സിമാൻഡറിൻ്റെ ലോക ഭൂപട മാതൃക. ഇനി ഹിപ്പാർക്കസ് നിർമ്മിച്ച ലോക ഭൂപടത്തിലേക്ക് വരുമ്പോൾ, ഹിപ്പാർക്കസ് ഈ പേരൊക്കെ പഠിച്ചു വെക്കുക. ഹിപ്പാർക്കസിൻ്റെ ഭൂപടം വരുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ഇന്നത്തെ ഗ്ലോബിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ അല്ലേ വരുന്നുണ്ടോ. ഒരു ചതുരം പോലെ വന്നിട്ട് ഒരു പേപ്പർ നമ്മൾ ടേബിളിലൊക്കെ ഷീറ്റ് താഴോട്ട് വിരിച്ച് നമ്മൾ വലിച്ചു പിടിക്കുന്നത് പോലെ വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. ദെൻ ഇതാണ് ടോളമി നിർമ്മിച്ച ഭൂപടം. ടോളമിയുടെ ഭൂപടം ഈ കൊടുത്തിരിക്കുന്നതാണ്. ദെൻ 5ാമത് മെർക്കാറ്റർ തയ്യാറാക്കിയ ലോക ഭൂപടം. മെർക്കാറ്റർ വളരെ മൈന്യൂട്ട്, വളരെ കുഞ്ഞു രേഖകളായിട്ട് വരച്ച് ചേർത്തിട്ടുണ്ട്. ദെൻ ഓട്ടോലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടം ഏകദേശം നമ്മുടെ ഇന്നത്തെ ഭൂപടത്തോട് അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. ഓട്ടോലിയസ് തയ്യാറാക്കിയ ലോക ഭൂപടം. അപ്പോൾ ഇവിടെ വന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. മുകളിൽ നൽകിയ ചിത്രങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നിങ്ങളുടെ
സാമൂഹ്യ ശാസ്ത്ര ലാബിലെ ലോക ഭൂപടവും ഈ ചിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാനാണ്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ തന്നെ ഏകദേശം കിട്ടുന്നുണ്ട് ഇന്നത്തെ ഭൂപടവുമായിട്ട് എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ളത്. അപ്പോൾ നൂറ്റാണ്ടുകളിലൂടെ ഭൂപടങ്ങളിൽ വന്നിട്ടുള്ള ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുള്ളതാണ് ഭൂപടങ്ങളുടെ ചരിത്രവും എന്ന് കരുതപ്പെടുന്നു. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുൻപ് മെസപ്പൊട്ടോമിയയിൽ കളിമണ്ണിൽ നിർമ്മിച്ച ചുട്ടെടുത്ത ഫലകങ്ങളാണ് ഇന്ന് വരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ഭൂപടം. നമ്മൾ കാണിച്ച ആദ്യത്തെ ഒരു ഭൂപടം ഉണ്ടല്ലോ, ചുട്ടെടുത്ത കളിമണ്ണിൽ നിർമ്മിച്ചതാണ് 5000 വർഷങ്ങൾക്ക് മുമ്പ്. ഇവയിൽ വളരെ ചെറിയ പ്രദേശങ്ങളിലെ സവിശേഷതകൾ കാണിക്കാൻ സഹായിക്കുന്ന പ്രത്യേകതര വരകളും ചിഹ്നങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡർ. അപ്പൊ അനക്സിമാൻഡർ വരച്ചതായിട്ട് കരുതപ്പെടുന്ന ആ ഒരു റൗണ്ട്, ഒരു വൃത്ത രൂപത്തിലുള്ള ഒരു ഭൂപടം നമ്മൾ കാണിച്ചു. ഞാൻ പറഞ്ഞു അനക്സിമാൻഡർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പൊ ആദ്യ ഭൂപടം വരച്ചതായി കരുതപ്പെടുന്നത് ഗ്രീക്ക് തത്വചിന്തകൻ അനക്സിമാൻഡർ ആണ്. അദ്ദേഹം എങ്ങനെയാണ് വരച്ചത്? തുകലിലും വെങ്കല ഫലകങ്ങളിലുമാണ് ഇത് തയ്യാറാക്കിയിരുന്നത്. ദെൻ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ ഇറാത്തോസ്തനീസ്, അതേപോലെ ഹിപ്പാർക്കസ്, ടോളമി എന്നീ ജ്യോതിശാസ്ത്രജ്ഞരുടെ സംഭാവനകളും ഭൂപട നിർമ്മാണത്തിന് കൂടുതൽ സഹായകമായി. കൊളംബസ്, മെഗല്ലൻ മുതലായ നാവികരുടെയും പര്യവേഷകരുടെയും ലോകയാത്രകൾ വ്യക്തവും കൃത്യവുമായ ഭൂപട നിർമ്മാണത്തിന് വഴിതെളിച്ചു. അപ്പോൾ കൂടുതൽ നാവികർ യാത്രയ്ക്ക് തയ്യാറാകുന്ന സമയത്താണ് ഭൂപടത്തിന്റെ ആവശ്യങ്ങൾ കൂടുതൽ മനസ്സിലാകുന്നതും ഭൂപടം കൂടുതൽ വ്യക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അപ്പോൾ പേരുകൾ ഓർത്തിരിക്കുക. ആദ്യ ഭൂപടം വരച്ചു എന്ന് കരുതപ്പെടുന്നത് അനക്സിമാൻഡർ ആണ്. സോ ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന അനക്സിമാൻഡർ ആണ് ആദ്യത്തെ ഭൂപടം വരച്ചതായിട്ട് കരുതപ്പെടുന്നത്. BC 610 ഏഷ്യ മൈനറിലെ മിലറ്റൈസിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പൊ അനക്സിമാൻഡറിന്റെ പേര് ഒരിക്കലും മറക്കരുത്. ഭൂപടവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ പേര് ഒരിക്കലും മറക്കാൻ പാടില്ല. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ ആണ്. അപ്പൊ അദ്ദേഹം ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അപ്പൊ ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ഇനി ആദ്യമായി വിവിധ ഭൂപടങ്ങൾ ചേർത്ത് അറ്റ്ലസ് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ് ആണ്. അപ്പൊ ആദ്യത്തെ ആധുനിക ഭൂപടം അല്ലെങ്കിൽ ആധുനിക ഭൂപടത്തിന്റെ നിർമ്മാതാവ്, പിതാവ് എന്നറിയപ്പെടുന്നത് മെർക്കാറ്റർ. ഇനി അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂപടങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് അറ്റ്ലസ് എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ പുസ്തകങ്ങളിലൊക്കെ അറ്റ്ലസ് എന്നൊക്കെ പറയും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ വാങ്ങി തുറന്നു നോക്കുന്ന സമയത്ത് ഓരോ പേജിലും വ്യത്യസ്ത മാപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മാപ്പുകളുടെ കൂട്ടമാണ് അറ്റ്ലസ് ആദ്യമായിട്ട് തയ്യാറാക്കിയത് എബ്രഹാം ഓർട്ടേലിയസ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയവരാണ് ഈ രണ്ട് ആളുകളും. ഇവരുടെ പേരും ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. ആധുനിക ഭൂപട ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഗ്രീക്ക്, റോമൻ, അറബ്, ഇന്ത്യൻ ഭൂമിശാസ്ത്രകാരന്മാരുടെ സംഭാവന ഏറെ വിലപ്പെട്ടതാണ്. ഭൂപടങ്ങളുടെ ചരിത്രം കളിമൺ ഫലകങ്ങളിൽ തുടങ്ങി ഇന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഭൂപടങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അതിവേഗം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ലോകത്ത് ഭൂപടങ്ങളും കാലത്തിനൊത്ത് മാറിയിട്ടുണ്ട്. കമ്പ്യൂട്ടറുകളുടെയും മറ്റും സഹായത്താൽ ഭൂപ്രദേശങ്ങളുടെ കൃത്യമായ സ്ഥാനം, ത്രിമാന ദൃശ്യങ്ങൾ ഇവയൊക്കെ ഒരു മൗസ് ക്ലിക്കിൽ തന്നെ സ്ക്രീനിൽ തെളിയുന്ന തരത്തിലുള്ള ആ ഒരു തരത്തിലേക്ക് നമ്മുടെ ഭൂപട നിർമ്മാണം മാറിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ഡിജിറ്റലായിട്ട് തന്നെ ഭൂപടം കിട്ടുന്നുണ്ട് അല്ലെ. നമുക്ക് ലൈവായിട്ട് പോലും നമുക്ക് നമ്മുടെ ലോകത്തിന്റെ മാപ്പ് കാണാൻ പറ്റുന്നു. ഗൂഗിൾ മാപ്പൊക്കെ അങ്ങനെയല്ലേ, ലൈവായിട്ട് പോലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു രീതിയിൽ ലോകം വികസിച്ച് കഴിഞ്ഞു. ഇനി ഭൂപടത്തെ കുറിച്ചുള്ള ശാസ്ത്രമുണ്ട്. അതിനെ പറയുന്ന പേര് കാർട്ടോഗ്രഫി എന്നാണ്. ഭൂപടശാസ്ത്രം പഠിച്ചു വെക്കുക. ഭൂപടശാസ്ത്രം, കാർട്ടോഗ്രഫി. കാർട്ടേഗ്രാഫിക് എന്നീ ഫ്രഞ്ച് പദങ്ങളിൽ നിന്നാണ് കാർട്ടോഗ്രാഫി എന്ന ഇംഗ്ലീഷ് പദം രൂപം കൊണ്ടിട്ടുള്ളത്. കാർട്ടെ എന്നത് ഭൂപടം എന്നും ഗ്രാഫിക് എന്നതിന് വരയ്ക്കുക എന്നുമാണ് അർത്ഥം. അപ്പൊ ഭൂപടം വരയ്ക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളിനെ നമ്മൾ എന്ന് പറയും? കാർട്ടോഗ്രാഫർ. ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു പേരാണ് കാർട്ടോഗ്രഫിയും കാർട്ടോഗ്രാഫറും. ഇനി രേഖാചിത്രവും പ്ലാനും അടുത്ത ടോപ്പിക്കാണ്. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ.
ഇവിടെ നോക്കുന്ന സമയത്ത് സ്കൂള്, വീട്, വീട്ടിലേക്കുള്ള വഴിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ കണ്ടില്ലേ, ബസ് സ്റ്റോപ്പ്, റേഷൻ കട, മരം, ടാപ്പ്, എൻ്റെ സ്കൂള്, പോസ്റ്റ് ഓഫീസ്. ഇവിടെ വരുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ ഇവിടെ ഉണ്ടല്ലേ. വീട്, അമ്പലം, ദെൻ അവിടെ ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, ബസ് സ്റ്റോപ്പ്, ഒരു വീട്, കുളം, മരം, ദെൻ ഇവിടെ സ്കൂള്, ഇവിടെ മറ്റൊരു വീട്, അങ്ങനെ അങ്ങനെ എയും ബിയും വ്യത്യസ്ത തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത് ശ്രദ്ധിച്ചേ, ഇവിടെ കണ്ടോ ദിശ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത്, മുകളിലോട്ട് നോർത്ത് എന്ന് പറഞ്ഞ് ഒരു ദിശ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴെ തോത് 1 സെൻറ്റിമീറ്റർ, 10 മീറ്റർ എന്നും കൊടുത്തിട്ടുണ്ട്. 1 സെൻറ്റിമീറ്ററിന് 10 മീറ്റർ, 1 സെൻറ്റിമീറ്ററിന് 10 മീറ്റർ എന്ന തോതും അഥവാ സ്കെയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിന്റെ താഴെ എല്ലാം പേര് കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ്, റേഷൻ കട, മരം, ടാപ്പ്, എൻ്റെ സ്കൂള്, പോസ്റ്റ് ഓഫീസ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിത്രങ്ങളെ കൊടുത്തിട്ടുള്ളൂ, അത് എന്താണ് എന്ന് താഴെ എഴുതി കൊടുത്തിട്ടില്ല. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഒരേ പ്രദേശത്തിന്റെ 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഈ ചിത്രങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും? ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനുള്ള അമ്പടയാളം നൽകിയിട്ടുണ്ട്, എന്നാൽ ബിയിൽ അവ കാണുന്നില്ല അല്ലെ. അവിടെ ഒരു അമ്പടയാളം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ പറയാൻ വിട്ടു അല്ലേ. ഒരു ആരോ മാർക്ക്, പോകുന്നതിലേക്കുള്ള ആരോ മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ആരോ മാർക്കൊന്നും കൊടുത്തിട്ടില്ല. ചിത്രം ബിയിൽ വടക്ക് ദിശ കാണിക്കുന്നു. വടക്ക് ദിശ കാണിക്കുന്ന ദിശാസൂചികയും തോതും നൽകിയിട്ടുണ്ട്. ഇവ ചിത്രം എയിൽ കാണുന്നില്ല. ചിത്രം എയിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനുള്ള സവിശേഷതകൾ മാത്രം നൽകിയിരിക്കുന്നു, എന്നാൽ ചിത്രം ബിയിൽ ആ പ്രദേശത്തിന്റെ പ്രധാന സവിശേഷതകളെല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ ഇവിടെ ചിത്രം എയിൽ നൽകിയിരിക്കുന്നത് രാമുവിന്റെ സ്കൂളിലേക്കുള്ള വഴി ചിത്രീകരിക്കുന്ന രേഖാചിത്രമാണ്. മറ്റൊരു സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തായ ഗോപുവിന് രാമുവിന്റെ സ്കൂളിൽ എത്താനുള്ള വഴിയാണ് ചിത്രത്തിൽ രാമു വരച്ചു ചേർത്തത്. അപ്പൊ തന്റെ സ്കൂളിൽ എത്താൻ വേണ്ടി മറ്റൊരു സുഹൃത്തിന്, സ്കൂളിലേക്ക് വന്ന് പരിചയമില്ലാത്ത ഒരു സുഹൃത്തിന് കൊടുത്ത ആ രേഖാചിത്രമാണ്. ഇനി ചിത്രം ബിയിലതുപോലെ ദൂരം മനസ്സിലാക്കാനായി കൃത്യമായ അളവുകളോ ദിക്ക് സൂചിപ്പിക്കുന്ന വിവരങ്ങളോ ഒന്നും തന്നെ ഈ ചിത്രത്തിലില്ല. എന്നിരുന്നാലും ഈ ചിത്രം ഉപയോഗിച്ചു കൂട്ടുകാരനായ ഗോപുവിനെ രാമുവിന്റെ സ്കൂളിൽ എത്തിക്കുന്നതിൽ രാമു വിജയിച്ചു. ഇത്തരത്തിൽ വളരെ കുറച്ച് സവിശേഷതകൾക്ക് മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളാണ് രേഖാചിത്രങ്ങൾ. അപ്പോൾ വളരെ പരിമിതമായിട്ടുള്ള സവിശേഷതകൾ മാത്രം ഉൾപ്പെടുത്തി ഒരാളുടെ ഓർമ്മയിൽ നിന്നോ ഒരു പ്രദേശത്തെ നോക്കിക്കൊണ്ടോ വരച്ചെടുക്കുന്ന ചിത്രങ്ങളെ നമ്മൾ പറയുന്നത് രേഖാചിത്രങ്ങൾ എന്നാണ് പറയുന്നത്. രാമു തയ്യാറാക്കിയതുപോലെ രേഖാചിത്രം നമുക്കും തയ്യാറാക്കാൻ കഴിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിൻ്റെ അടുത്തെ ബസ് സ്റ്റോപ്പിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ നിങ്ങളുടെ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു രേഖാചിത്രം തയ്യാറാക്കുക. ദെൻ ഒരു പ്രദേശത്തിന്റെ വിവരങ്ങളെ സംബന്ധിച്ച കൃത്യമായ അളവ്, അവയുടെ സ്ഥാനം എന്നിവ തിട്ടപ്പെടുത്തി തോതിന്റെയും ദിക്കിന്റെയും അടിസ്ഥാനത്തിലാണ് പ്ലാനുകൾ തയ്യാറാക്കേണ്ടത്. ചിത്രം ബിയിൽ നൽകിയിരിക്കുന്നത് രാമുവിന്റെ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ പ്ലാനാണ്. ചില സ്ഥാനങ്ങളുടെ മുൻപിൽ ആ സ്ഥാനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാനുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് പ്ലാനാണ്. അവിടെ കൃത്യമായിട്ടുള്ള ദിശയും അതേപോലെ ആ ഒരു തോതും സ്കെയിലൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ടാവും. ആ പ്ലാനിൽ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടും ഏത് ബിൽഡിംഗ് എവിടേക്ക് വരും, എവിടെയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. സോ വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ കൃത്യവും വ്യക്തമായ ചിത്രീകരണങ്ങളാണ് ഭൂപടങ്ങൾ. വിസ്തൃതി കൂടിയ, അപ്പൊ ചെറിയ പ്രദേശങ്ങളുടെ ദിശയും അവയുടെ സ്ഥാനമൊക്കെ നമുക്ക് രേഖാചിത്രത്തിലൂടെയും പ്ലാനിങ്ങിലൂടെയൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. എന്നാൽ വിസ്തൃതി കൂടുന്നതനുസരിച്ച് നമുക്കുള്ള റിസ്ക് കൂടും. സോ വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ കൃത്യവും വ്യക്തമായിട്ടുള്ള ചിത്രീകരണങ്ങൾക്ക് സഹായിക്കുന്നത് ഭൂപടങ്ങളാണ്. സോ നമുക്ക് നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള ഭൂപടങ്ങളിലേക്ക് വരാം. ഭൂപടങ്ങളിലെ ആവശ്യ ഘടകങ്ങൾ. ഇവിടെ കേരളത്തിന്റെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് കേരളം ഭൂപ്രകൃതി എന്ന മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അവിടെ ABCDEF എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആരോസ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആരോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പല കളേഴ്സിൽ ഷെയ്ഡ് വന്നിട്ടുണ്ട് അല്ലേ, ഷെയ്ഡ് വന്നിട്ടുണ്ട്. ദെൻ അത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നിവിടെ താഴെ സൂചിക എന്ന രീതിയിൽ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത് കേരളത്തിന്റെ ഭൂപടമാണ്. ഭൂപടങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യ ഘടകങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂപടമാണിത്. ഇതിൽ ABCDEF എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നവയാണ് ഭൂപടങ്ങളുടെ ആവശ്യ ഘടകങ്ങൾ. അപ്പൊ ഭൂപടങ്ങളുടെ ആവശ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് ABCDEF ആണ്.
ഭൂപടത്തിൻ്റെയും നൽകിയിരിക്കുന്ന പട്ടികയുടെയും സഹായത്താൽ ഭൂപടങ്ങളുടെ ആവശ്യ ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ ABCDEF എന്ന് പറഞ്ഞ് അവിടെ ആരോ ഇട്ടിരിക്കുന്നത് ഓരോ പ്രധാനപ്പെട്ട സംഗതിയാണ്. കണ്ടില്ലേ, ഇവിടെ A ഇത് തലക്കെട്ടാണ്, A തലക്കെട്ട്. ദെൻ E എന്ന് പറയും ഇവിടെ ചിത്രത്തിലേക്ക് ആരോ കൊടുത്തിട്ടുണ്ട്. D എന്ന് പറഞ്ഞ ഇവിടെ സ്കെയിലാണ് അല്ലെ, സ്കെയിലിൻ്റെ ഒക്കെ ആരോ കൊടുത്തിട്ടുണ്ട്. C എന്ന് പറഞ്ഞ ഇവിടെ ഒരു കോമ്പസ്, ഒരു ദിശാസൂചിക വെച്ചിട്ടുണ്ട്. ദെൻ B ഇവിടെ നിങ്ങൾക്കൊരു സ്കെയിൽ കാണാം. ദെൻ ഇയിൽ വരുന്ന സമയത്ത് ഇവിടെ ഇൻഡിക്കേറ്റർ ആണ്, ഇൻഡിക്കേറ്റർ അല്ലേ. സോ എന്തൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അവിടെ A സൂചിപ്പിക്കുന്നത് തലക്കെട്ട്, B തോത് അഥവാ സ്കെയിൽ, C സൂചിപ്പിക്കുന്നത് ദിക്ക് ഡയറക്ഷൻ, D സൂചിപ്പിക്കുന്നത് അക്ഷാംശീയ രേഖാംശീയ സ്ഥാനം. അവയെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി കാണുക. മാത്രമല്ല വ്യത്യസ്ത വിഷയങ്ങളിൽ നമ്മൾ ഇതിനകം തന്നെ SCERT ക്ലാസ്സുകൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായി അടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ ഉറപ്പായിട്ട് കാണുക. ബന്ധപ്പെട്ടവരിലേക്ക്, പഠിക്കുന്നവരിലേക്ക് അത് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ദെൻ E എന്ന് പറയുന്നത് അംഗീകൃത നിറങ്ങളും ചിഹ്നങ്ങളും. അവിടെ ചുവപ്പ്, മഞ്ഞ അല്ലെങ്കിൽ ബ്രൗൺ, പച്ച കുറച്ച് നിറങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അംഗീകരിക്കപ്പെട്ട നിറങ്ങളാണ്. അത് സൂചിപ്പിക്കുന്നത് ചില പ്രത്യേകം കാര്യങ്ങളാണ്. അപ്പോൾ അതെന്താണെന്നും നമുക്ക് വഴിയെ പഠിക്കാം. ദെൻ F സൂചിക, താഴെ എന്തൊക്കെയാണ് ആ നിറങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഓരോന്നിലും വരികയാണ്. ആദ്യം തലക്കെട്ട്. ഭൂപടത്തിൽ ചിത്രീകരിക്കുന്ന പ്രദേശങ്ങൾ ഏതെന്നും ഭൂപടത്തിന്റെ ഉള്ളടക്കം എന്തെന്നും തലക്കെട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവ പൊതുവെ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് കാണിച്ചിരിക്കുന്നു. അപ്പൊ മുകളിലാണ് തലക്കെട്ട് കൊടുക്കുന്നത്. ദെൻ സ്കെയില്, ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു പ്ലാൻ വരച്ചാലോ ഇതിനാദ്യം ചെയ്യേണ്ടത് ടേപ്പ് ഉപയോഗിച്ച് കെട്ടിടത്തിന്റെ മുഴുവനും നീളവും വീതിയൊക്കെ അളക്കുക. അപ്പോൾ ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല. അപ്പം നമ്മുടെ യഥാർത്ഥ അളവ് നമുക്ക് എന്തായാലും അവിടെ കൊടുക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അതിന് പകരം കിലോമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, സെന്റിമീറ്ററിലേക്ക് മാറ്റും. കിലോമീറ്ററിനെ നമ്മൾ സെന്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് അതനുസരിച്ച് കൊടുക്കും. അപ്പോൾ 30 മീറ്റർ നീളം എന്നതിനെ നമ്മൾ 30 സെന്റിമീറ്റർ ആക്കും. അല്ലെങ്കിൽ 30 കിലോമീറ്റർ എന്നതിനെ നമ്മൾ 30 സെന്റിമീറ്റർ ആയിട്ട് മാറ്റും. മനസ്സിലായോ? അതാണ് 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ അല്ല 1 മീറ്റർ 10 സെന്റിമീറ്റർ എന്ന തോതിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അതാണ്. അത് നമ്മൾ പറയാണ്, തോതുകൾ എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് ഇതിനകത്ത് പറയാണ്. തോത് ഉപയോഗിച്ച് മാത്രമേ ഭൂപടങ്ങൾ നിർമ്മിക്കാൻ സാധിക്കൂ. ഇതിലൂടെ വലിയ ഭൂപ്രദേശങ്ങൾ ആവശ്യാനുസരണം കൃത്യതയോടെ ചെറുതാക്കി വരയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ഭൂപടത്തിലെ വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ ദൂരം കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ തോത് നമുക്ക് വിവിധ രൂപത്തിൽ അടയാളപ്പെടുത്താൻ പറ്റും. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി എന്നീ 3 രീതികളിൽ അടയാളപ്പെടുത്താൻ കഴിയും. പ്രസ്താവന രീതിയാണെങ്കിൽ കറക്റ്റ് അവിടെ എഴുതി കൊടുക്കും, 1 സെന്റിമീറ്ററിന് 10 കിലോമീറ്റർ. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന ആ മാപ്പിലെ 1 സെന്റിമീറ്റർ യഥാർത്ഥത്തിൽ 10 കിലോമീറ്ററിന് തുല്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ദെൻ ഭിന്നക രീതി ആകുന്ന സമയത്ത് അത് റേഷ്യോ രീതിയിൽ കൊടുക്കും. 1:2 എത്ര റേഷ്യോ ആണോ അതനുസരിച്ച് കൊടുക്കും. മനസ്സിലായോ? ഇനി രേഖാരീതി ആണെങ്കിൽ ഇതേപോലെ സ്കെയിൽ വരച്ചു കൊടുക്കും. സ്കെയിൽ ഇങ്ങനെ വരച്ചിട്ട് ഇത് കിലോമീറ്റർ ആണ് എന്നിട്ട് ഇങ്ങനെ കൊടുക്കും. 10, 5, 0, 10, 20, 30, 40, 50, 60, 70, 80, 90 ഈ രീതിയിൽ വരച്ചു കൊടുക്കും രേഖാരീതി ആണെങ്കിൽ. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക് കേട്ടോ. ഇനി ദിക്ക്. ഭൂപടങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ദിക്ക്. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് എന്നിവയാണ് പ്രധാനപ്പെട്ട 4 ദിക്കുകൾ. ദിക്കുകൾ കണ്ടെത്തുന്നതിനുള്ള ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം, മാഗ്നറ്റിക് കോമ്പസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രധാന ദിക്കുകളെ വടക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെ 4 ഉപദിക്കുകളായി തിരിക്കാം. അപ്പോൾ വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് ഇതാണ് പ്രധാനപ്പെട്ട 4 ദിക്കുകൾ. ഇതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യും, 4 ആയിട്ട് തിരിക്കും. അവ ഈ വടക്കിനും കിഴക്കിനും ഇടയ്ക്കുള്ളത് വടക്ക് കിഴക്ക് എന്ന് പറയും. ഇനി വടക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്കുള്ളത് വടക്ക് പടിഞ്ഞാറ് എന്ന് പറയും. പടിഞ്ഞാറിനും തെക്കിനും ഇടയിലുള്ളത് തെക്ക് പടിഞ്ഞാറ്, തെക്കിനും കിഴക്കിനും ഉള്ളത് തെക്ക് കിഴക്ക്.
എപ്പോഴും പേര് വരുന്ന സമയത്ത് വടക്ക് തെക്ക് ഇവകളായിരിക്കും ആദ്യം വരുന്നത്. കണ്ടില്ലേ, വടക്ക് തെക്ക്, വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഉപദിക്കുകൾ പഠിച്ചു വെക്കുക. ഇവിടെ കോമ്പസിലും കൊടുത്തിരിക്കുന്നുണ്ടല്ലേ നോർത്ത് വെസ്റ്റ്, ഇത് രണ്ടിനിടയിൽ നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് എവിടെയിടയിൽ നോർത്ത് ഈസ്റ്റ്, അതേപോലെ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഉണ്ട്. അത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ ചിത്രത്തിൽ തന്നെ ഇതിൽ നെടുകയും കുറുകയും വരച്ചിരിക്കുന്ന രേഖകൾ കണ്ടില്ലേ. അപ്പൊ നമുക്ക് ഗ്ലോബിൽ നോക്കിയാൽ കാണാൻ കഴിയും കുറുകെ വരച്ചിട്ടുള്ളത്. കുറുകെ ആണ് എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? കുറുകെ വരച്ചിരിക്കുന്ന രേഖകൾക്ക് അക്ഷാംശ രേഖകൾ അല്ലെ, അക്ഷാംശ രേഖകൾ. ഇവ ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ, ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്ലോബിന്റെ നേർ മധ്യത്തിലായി വരച്ചിരിക്കുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യ രേഖ. ഭൂമധ്യ രേഖ, ഇത് ഭൂമധ്യ രേഖ, ഭൂമധ്യ രേഖ. ഇത് രേഖാംശ രേഖകൾ, രേഖാംശ രേഖകൾ, രേഖയാണ് ഈ കൊടുത്തിരിക്കുന്നത് രേഖാംശം. ഈ ഭൂമധ്യരേഖയ്ക്ക് അതിന്റെ മുകളിലും താഴേക്കായിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ളത്, ഈ രീതിയിൽ വരച്ചിട്ടുള്ളത് അക്ഷാംശമാണ്. ഇങ്ങനെ വരയ്ക്കുന്നത്, വെർട്ടിക്കലായിട്ട് വരയ്ക്കുന്നത് അല്ലെ, ഇതിങ്ങനെ വരയ്ക്കുന്നത് രേഖാംശമാണ്. ഗ്ലോബിന്റെ നേർമധ്യത്തിലായി വരച്ചിരിക്കുന്നത് അക്ഷാംശ രേഖയാണ്. അത് 0 ഡിഗ്രി ആണ്. അതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും 90 ഡിഗ്രി വരെ അക്ഷാംശ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 0 മുതൽ 90 ഡിഗ്രി വരെ പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ കാണാത്തവർ അതുകൂടി കണ്ട് മനസ്സിലാക്കുക. ഇനി 90 ഡിഗ്രി വടക്ക് അക്ഷാംശത്തെ ഉത്തര ധ്രുവം എന്നും അല്ലെ, ഇവിടെ എത്തുമ്പോഴാണ് 90 ഡിഗ്രി ആകുന്നത്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഉത്തര ധ്രുവം. തെക്ക് വരുന്ന സമയത്ത് അത് ദക്ഷിണ ധ്രുവം. ഈ കാണുന്നത് ദക്ഷിണ ധ്രുവം. ഓക്കെ അല്ലേ. അപ്പൊ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന്റെ അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കാനാ പറയുന്നത്. അപ്പൊ ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് അല്ല, 0 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണ് അല്ലെ, 90 ഡിഗ്രി ആണ്. ഇവിടെ വരുമ്പോൾ 33.5 ഒക്കെ വരും അല്ലെ, 33.5, 66, അങ്ങനെ പല അളവുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി കാണുക. അക്ഷാംശ രേഖകൾക്ക് ലംബമായി ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകൾ കണ്ടിട്ടില്ലേ? അഥവാ ഇങ്ങനെ വരുന്ന വര, ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും നമ്മൾ ആ രേഖകളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഈ വരയ്ക്ക് നമ്മൾ പറയുന്ന പേര് രേഖാംശ രേഖകൾ എന്നാണ്. ഇവയും ഡിഗ്രി അളവിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ 0 ഡിഗ്രി മുതൽ എത്ര വരെ ഉണ്ട്? 180 വരെ ഉണ്ട്. 180. ഇങ്ങനെ അക്ഷാംശ രേഖകൾ 0 ഡിഗ്രി മുതൽ 60 വരെ ഉള്ളൂ അല്ലെ. ഇത് ഭൂമധ്യരേഖ 0 ഡിഗ്രി, 60 അല്ല 90 വരെ. ഉത്തര ധ്രുവം ആകുന്ന സമയത്ത് 90 വരെ. പക്ഷെ രേഖാംശ രേഖകൾ നമ്മളിങ്ങനെ വരയ്ക്കുന്ന സമയത്ത് 180 ഡിഗ്രി വരെ നമ്മൾ വരയ്ക്കാറുണ്ട്. ഓക്കെ ആണെന്ന് വരുന്നു. ഇനി അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും. ഭൂപടങ്ങളിൽ നമ്മൾ അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും എന്ന് നമുക്ക് നോക്കാം. ഭൗമോപരിതലത്തിലെ വിവിധ സവിശേഷതകളായ പർവ്വതങ്ങൾ, പീഠഭൂമികൾ, സമതലങ്ങൾ, ജലാശയങ്ങൾ, ഗതാഗത മാർഗങ്ങൾ, പാർപ്പിടങ്ങൾ, കൃഷിയിടങ്ങൾ മുതലായവയെ ഭൂപടങ്ങളിൽ അന്തർദേശീയമായി അംഗീകരിക്കപ്പെട്ട നിറങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് ഉള്ള നിറങ്ങളും ചിഹ്നങ്ങളും ഉണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കുക. അത് പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്. ഇനി സൂചിക. എന്താണ് സൂചിക അഥവാ ഇൻഡെക്സ്? താഴെ ഒരു ബോക്സിൽ ഇൻഡെക്സ് കൊടുത്തിട്ടില്ലേ? ഭൂപട വായനയ്ക്കുള്ള ഒരു മാർഗമാണ് സൂചിക. ഭൂപടങ്ങളിലെ നിറങ്ങളും ചിഹ്നങ്ങളും എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് സൂചിക. ആ സൂചിക നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്രൗൺ കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, യെല്ലോ കളർ എന്തിനെയാണ്, ഗ്രീൻ കളർ എന്തിനാണ് സൂചിപ്പിക്കുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ സൂചിക ഉപയോഗിച്ചാണ് ഭൂപടങ്ങളുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ മുകളിൽ വിശദീകരിച്ച ഘടകങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ഭൂപടങ്ങൾ. ഭൂപടങ്ങളുടെ ഉപയോഗം, ചരിത്രം, ആവശ്യ ഘടകങ്ങൾ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. സോ ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇപ്പം ഇത് ബേസ് ആണ്. ഇത് വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഹയർ ലെവല് നമ്മൾ ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പഠിക്കും.
സോ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ആധുനിക യുഗത്തിൽ ഭൂപടങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് പഠിച്ചു. വിവിധങ്ങളായ ഭൂപടങ്ങൾ നിരവധി മേഖലകളിൽ ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു. വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് ഭൂപട നിർമ്മാണം ഇന്ന് കാണുന്ന രീതിയിൽ പുരോഗതി പ്രാപിച്ചത്. ഭൂപടങ്ങളുടെ ചരിത്രം മനുഷ്യ സംസ്കാരത്തോളം പഴക്കമുണ്ട്. ഭൂപടങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ആവശ്യഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ തലക്കെട്ട്, തോത്, ദിക്ക്, അക്ഷാംശ രേഖാംശ രേഖകൾ, അംഗീകൃത അടയാളങ്ങളും ചിഹ്നങ്ങളും, സൂചിക എന്നിവയൊക്കെയാണ്. സോ ഞാൻ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും വിജയാശംസകൾ.